നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം പുണർദം നക്ഷത്രക്കാരുടെ മുൻജന്മ വിശേഷമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പുണർദം നക്ഷത്രക്കാർ, കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ ആരായിരുന്നു? ഇവരുടെ പൂർവജന്മ രഹസ്യമെന്താണ്? ഈ വീഡിയോ കാണുന്ന അവർ വിശ്വാസികളായിരിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അവിശ്വാസികൾ ഇത് കാണരുത് എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഇത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നായിരിക്കും ഈ അവിശ്വാസികൾ പറയുന്നത്. അതുകൊണ്ടാണ് അവരോട് ഇത് കാണണ്ട എന്ന് പറയുന്നത്. കാരണം ഇത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവ്വജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാനിത് എന്റെ അഭിപ്രായത്തിൽ പറയുന്ന കാര്യമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ആചാര്യന്മാർ ജ്യോതിഷപരമായ ഗ്രന്ഥങ്ങളിൽ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ ഒരു അംശമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഒരാളുടെ പൂർവജന്മ കാര്യങ്ങൾ, അവര് കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന ഒരാളുടെ പൂർവജന്മ കാര്യങ്ങൾ അയാളുടെ ജാതകത്തിലെ 5ാം ഭാവം കൊണ്ടും 9ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടും ചിന്തിക്കാവുന്നതാണ്. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വപുണ്യഭാവമാണ്. അതേപോലെ തന്നെ 9ാം ഭാവം കൊണ്ടും പൂർവ്വകാര്യങ്ങൾ ചിന്തിക്കാം. 12ാം ഭാവം കൊണ്ട് അതിന്റെ മോക്ഷത്തെയും അല്ലെങ്കിൽ പാപത്തെയും ഒക്കെ ചിന്തിക്കാവുന്ന ഒരു ഭാവമാണ്. അപ്പൊ 5ഉം 9ഉം 12ഉം ഭാവങ്ങളെ കൊണ്ട് ഒരു ജാതകത്തിൽ ഗ്രഹനിലയിൽ അയാളുടെ മുൻജന്മ കാര്യങ്ങളെ പറ്റി, ഗ്രഹനില പരിശോധിച്ചാൽ അയാളുടെ മുൻജന്മ കാര്യത്തെ പറ്റി നമുക്ക് ഒരു സാധാരണ ഒരു ജ്യോതിഷന് പറയാൻ സാധിക്കുന്നതാണ്. ഇത് എല്ലാവർക്കും ശരിയാകണമെന്നില്ല. ഇത് ഗോചരപരമായി ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഒരു സാമാന്യ ഫലമാണ് ഞാനിത് പറയുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ജാതക പരിശോധനയും അതിലെ ഭാവങ്ങളുടെ നിൽപ്പും ഒക്കെ നോക്കിയതിനും ശേഷമേ പറഞ്ഞാൽ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനില ഒന്ന് നല്ലപോലെ പരിശോധിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാകും. ഇത് സാമാന്യമായിട്ട് ഒരു നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്നാൽ ഒരു സാമാന്യ പറയും. അത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല ഞങ്ങളിത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിത് പറയുന്നത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. കാരണം ഇത് പലരും വ്യക്തിപരമായിരിക്കും നമ്മൾക്ക് കമന്റ് ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഓരോ വ്യക്തിയെയും ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സാമാന്യമായ ഒരു വീഡിയോ ഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ജ്യോതിഷ വീഡിയോ ഫലമാണ് പറയുന്നത്. അപ്പൊ മുഴുവനായും ഇത് കാണാൻ ശ്രമിക്കണമെന്ന്, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കണമെന്ന് എന്റെ ഒരു അഭിപ്രായമുണ്ട്. അതുകൂടാതെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന ഇവിടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. കാരണം ഓരോ നക്ഷത്രക്കാരുടെയും പൂർവ്വജന്മത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ പല നക്ഷത്രത്തിൽ ജനിച്ചവരായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് ഇത് പറഞ്ഞ് അവർക്കറിയാൻ വേണ്ടി അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ വിഷയം പറയുമ്പോൾ അതൊന്ന് വിശദമായി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ പുണർദം എന്ന വാക്കിന്റെ അർത്ഥം, പുണർദം നക്ഷത്രത്തെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ പുണർദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ
വീണ്ടും ലഭിക്കുന്നത് എന്നാണ്. ഈ നക്ഷത്രത്തിന് പൂർവജന്മവുമായി ഒരു ബന്ധവും ഉണ്ട്. പുണർദത്തിന്റെ അധിപനാരാണ്? വേഴം എന്ന ഗ്രഹമാണ്. പുണർദം മിഥുനം രാശിയിലും കർക്കിടകൻ രാശിയിലുമായി നിൽക്കുന്ന നക്ഷത്രമാണ്. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ മിഥുനത്തിലെ പുണർദംകാർ കഴിഞ്ഞ ജന്മത്തിൽ മിഥുനത്തിലെ പുണർദംകാർ കഴിഞ്ഞ ജന്മത്തിൽ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചവരായിരിക്കാനാണ് സാധ്യത. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ. കർക്കിടകത്തിലെ പുണർദംകാർ കഴിഞ്ഞ ജന്മത്തിൽ വലിയ ഈശ്വരഭക്തന്മാരായിരിക്കാനും സാധ്യതയുണ്ട്. ഇവരുടെ 9ാം ഭാവം ആയി വരുന്നത് കുംഭവും മീനവുമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ സമൂഹത്തിൽ ഉന്നതമായ പദവികളിൽ കഴിഞ്ഞവരായിരിക്കാനാണ് സാധ്യത. അതുമല്ലെങ്കിൽ ഒരു വീടിന്റെ കാര്യങ്ങൾ മുഴുവനും സ്വന്തം ചുമലിലേറ്റിയവരായിരിക്കും ഇവർ. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ അല്ലെങ്കിൽ ദാനധർമ്മത്തിന്റെ നല്ല ഫലങ്ങളായിരിക്കും ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പലതും തിരികെ കിട്ടുന്ന ഒരു നക്ഷത്രമാണ് പുണർദം. ശ്രീരാമചന്ദ്രന്റെ നക്ഷത്രമാണ് പുണർദം. ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ വലിയ പോരാളികളോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചിരുന്നവരോ ആയിരിക്കാനാണ് സാധ്യത. സത്യസന്ധമായ അല്ലെങ്കിൽ സത്യസന്ധമായി നീതിക്ക് വേണ്ടി നിലകൊണ്ട ആളുകളായിരിക്കും ഇവർ മുൻജന്മത്തിൽ എന്നും നമുക്ക് അനുമാനിക്കാം. മറ്റുള്ളവർക്ക് അറിവും സഹായവും ചെയ്തിരുന്ന ആളായിരുന്നു ഇവരെന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. തന്റെ സമ്പത്തെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്ത ഒരാളായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ മുൻജന്മത്തിൽ ചെയ്ത നല്ല പ്രവൃത്തികളുടെ നല്ല ഫലങ്ങൾ ഇവർക്ക് ഈ ജന്മത്തിലും അനുഭവിക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുണർദം നക്ഷത്രം എന്ന വാക്ക് തന്നെ വീണ്ടും ലഭിക്കാവുന്നതാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജന്മവുമായി വളരെ അടുത്ത ബന്ധം ഉള്ള ഒരു നക്ഷത്രം ആണ് ഈ പുണർദം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിലെ പല നല്ല അനുഭവങ്ങളും ഇവർക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കാനും അതുവഴി ഈ ജന്മത്തിൽ നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാനും ഇവർക്ക് കഴിയുന്നതാണ്. ഇവർക്ക് കഴിയുന്ന സന്ദർഭങ്ങളും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ പുണർദം നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിലും അതേപോലെ തന്നെ ഈ ജന്മത്തിലും ഒക്കെ നല്ല വിധത്തിൽ ജീവിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. ഓരോരുത്തരും അവരവരുടെ ജന്മ സമയവും ലഗ്നവും ഗ്രഹനിലയും എല്ലാം പരിശോധിച്ചാൽ ഓരോരുത്തർക്കും അവരുടെ പൂർവ്വജന്മം എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.